ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അല്ലേ? ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കളിച്ചായിട്ട് തോന്നിയത് ആര്യനെയാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആര്യൻ വളരെ പൊളൈറ്റ് ആയിട്ടാണ് ഏജന്റുമാരോട്ട് ഡീൽ ചെയ്തത്. വളരെ മാന്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്തു. അതിനകത്ത് വിനയമുണ്ടായിരുന്നു, ഭവ്യതയുണ്ടായിരുന്നു. ഒരു സാധാരണ ബിസിനസ്സുകാർ കാണിക്കുന്ന മര്യാദകൾ കാണാൻ കഴിഞ്ഞു. വളരെ മാന്യമായിട്ട് അവരുമായിട്ട് ബിസിനസ് സംസാരിച്ച് ഡീൽ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. രണ്ടാമത്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പുള്ളി ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത രീതിയൊക്കെ എല്ലാവരും പല പല രീതിയിലാണ് ക്ലീൻ ചെയ്തത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ചെയ്തു വെച്ചൊരു രീതി ഉണ്ടല്ലോ, ആ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണലിസം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ജഡ്ജസ് ഇത് പരിശോധിച്ച സമയത്ത് വളരെ ക്വയറ്റായിട്ട് നിന്നു. ജഡ്ജസിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു. അവർ 2 ബോട്ടിലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു. അവസാനം ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതും ഓക്കെ, നമ്മളെ ബെസ്റ്റ് ചെയ്തു, അവർ വേണമെങ്കിൽ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതിനെയും ആര്യൻ അക്സെപ്റ്റ് ചെയ്തു. മൊത്തത്തിൽ ഈ ഒരു ടാസ്കിൽ ഇന്നത്തെ ആര്യൻ്റെ പ്രകടനം വളരെ നന്നായിരുന്നു. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ വലിയ അനീതിയായി പോകും. ആ പയ്യൻ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനി ഏറ്റവും മോശമായിട്ട് ടാസ്ക് കളിച്ച ഓരോരുത്തരെയും ഞാൻ പറയാം. അതിനുശേഷം ആര്യൻ കഴിഞ്ഞിട്ട് പിന്നെ നന്നായി കളിച്ചു എന്ന് തോന്നിയ ആൾക്കാരെ കുറിച്ച് പറയാം. ഏറ്റവും മോശമായി കളിച്ചു എന്ന് എനിക്ക് തോന്നിയത് അനീഷാണ്. അതായത് അനീഷിൻ്റെ അടുത്ത് ഡീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വരുന്നുണ്ട്. വലിയ ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് തന്നാൽ എത്ര കോയിൻ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് ആദ്യം അത് പറയണം, ഓക്കെ ആദിലയുടെ കയ്യിൽ അതുണ്ടെങ്കിൽ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇത്ര കോയിൻ തരാം എന്ന് വേണമെങ്കിൽ അനീഷിന് പറയാമായിരുന്നു. ഇത് കണ്ടിട്ടേ പറയൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ശരിയാണ്, അതിനകത്ത് ഒരു ലോജിക്കുണ്ട്. കാരണം കാണാതെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാതെ എങ്ങനെ പറയും? പക്ഷേ അത് നല്ലതാണ്. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര കോയിൻ തരാമെന്ന് പറയുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ഇത് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആദിലയുമായിട്ടൊരു ഡീല് സംസാരിക്കുന്നതിൽ അനീഷ് പരാജയപ്പെട്ടു. അപ്പോഴാണ് ആദില അതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ബോട്ടിൽ എവിടെയും ചോദിക്കുമ്പോൾ ആദില കയറി ഇരുന്നിട്ട് ഇതാ ഞാനാണ് ബോട്ടിൽ എന്ന് പറയുന്നത്. ആ സമയത്ത് നൂറ വന്ന് ബോട്ടിൽ തട്ടുന്നു. ഇവിടെ ആദിലയും നൂറയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഇന്നത്തെ ടാസ്ക് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും ബഹുമാനമില്ലാതെയും ഇറിറ്റേറ്റ് ചെയ്തും പ്രൊവോക്ക് ചെയ്തും ഒക്കെയാണ് പെരുമാറുന്നത്. പിന്നെ അതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് എന്നത് കാണാതിരിക്കാനും കഴിയില്ല. പോട്ടെ, ഇന്നും അത് തുടർന്നിട്ടുണ്ടായിരുന്നു. നൂറ ഒരു കാര്യവുമില്ലാതെ അനീഷിന്റെ ബോട്ടിലിൽ വന്ന് വെറുതെ ഒരു തട്ട് കൊടുത്തു, അത് മറിഞ്ഞ് അവിടെ വീഴുന്നുണ്ട്. അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് പ്രൊവോക്കായിട്ട് പുള്ളി തവിയെടുത്ത് അതിൽ വെള്ളം കോരി നൂറയുടെ ദേഹത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു തവണയല്ല, പലതവണ. ആ സമയത്ത് അവിടെ ഇരുന്ന വെള്ളത്തെ ആദില കമിഴ്ത്തി കളയുന്നുമുണ്ട്. പക്ഷെ ഇവിടെ അനീഷ് ഒരു കുറച്ചും കൂടെ സംയമനം പാലിക്കണമായിരുന്നു.